ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഗായ്സ് ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തുടങ്ങും. അപ്പം തന്നെ നമുക്ക് അയണ് കണ്ടു ഗായ്സ്, പടച്ചോനെ. അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ സാപ്രോ IT എന്ന പുതിയ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഈ ചാനൽ ഞാൻ മൈൻക്രാഫ്റ്റിന് വേണ്ടി തുടങ്ങിയൊരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ നമ്മളെ സുധിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോൻ്റെ നമ്മളെ ഗോൾസ് എന്ന് പറയുന്നത് നമുക്കൊരു വില്ലേജ് കണ്ടെത്തണം, ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം, പിന്നെ പറ്റുകയാണെങ്കിൽ ഫുള്ള് അയൺ ആർമർ അല്ലെങ്കിൽ കോപ്പർ ആർമറെങ്കിലും ആവണം. പിന്നെ നമുക്കൊരു ക്രോപ്പ് ഫാം ചെറുതൊന്ന് തുടങ്ങണം. പിന്നെ നമുക്ക് ഒരു മൈനിങ് ഏരിയ തുടങ്ങി വെക്കാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതും തുടങ്ങി വെക്കണം. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നമ്മളെ വീഡിയോയിലോട്ട് നേരെ പോകാം. നമുക്ക് ഈ അയൺ ഇങ്ങനെ മുറിച്ചാൽ പറ്റില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഈ വേൾഡിലത്തെ ഫസ്റ്റത്തെ ലോകം മുറിക്കാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഫസ്റ്റത്തെ ലോകം അങ്ങനെ മുറിച്ചിരിക്കുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഈ ലോകം വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ മുമ്പ് നമുക്കിതൊക്കെ മുറിച്ചിട്ട് ഗൈസ് ഇനി മുറിച്ചാൽ കണ്ട. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനെ നമ്മളെ ലോഗ് കിട്ടിയണു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് വുഡും ഒരു സ്റ്റിക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി വുഡാണ്. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് നമ്മളെ പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യട്ടോ ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തു. നമുക്കത് വെച്ച് തന്നെ നമുക്ക് നമ്മളെ സ്റ്റോൺ ടൂൾസിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യട്ടോ ഗൈസ്. ഇപ്പോൾ നമുക്കൊരു ആക്സും ഒരു വാളും കൂടി ഉണ്ടാക്കിയാൽ നമ്മളെ ഫുൾ സ്റ്റോൺ ടൂൾസിലോട്ട് മാറാൻ നമ്മളെ വേൾഡിൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ മൈൻ ഓഫ് നമ്മളെ അയൺ ഗൈസ്. അപ്പം നമ്മളങ്ങനെ അയൺ മുറിച്ചെടുക്കുന്നു. നമുക്ക് ബാക്കിയുള്ളത് ഫുള്ള് മുറിച്ചിട്ട് ഗൈസ്. അപ്പം നമുക്ക് തുടക്കം തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ അയൺ ഷീൽഡ് അതല്ല ഗൈസ്. നമുക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ 8 എണ്ണം, ലെഗിൻസ് ഉണ്ടാക്കാൻ 7 എണ്ണം, ബൂട്ട് ഉണ്ടാക്കാൻ 4 എണ്ണം, ഹെൽമെറ്റ് ഉണ്ടാക്കാൻ 5 എണ്ണം, അങ്ങനല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു പക്ഷെ നമുക്ക് എല്ലാത്ത ഗൈസ് നമുക്ക് ഈ കോപ്പറും കൂടി മുറിച്ചെടുക്കട്ടോ ഗൈസ്. കോപ്പർ ഉണ്ടാകുന്ന നമുക്ക് അയൺ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കോപ്പർ ടൂൾസ് ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആവശ്യത്തിന് കോപ്പർ കളക്ട് ചെയ്തു. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ബോണൊന്നുമില്ല ഗൈസ്. ഇതൊരു വലിയ കേവാണ്. കോപ്പർ ഉണ്ട്, അയണ് ക്രീപ്പർ മാമൻ. ഗൈസ്, ഇവിടെ എവിടെയും അയണ് കാണണില്ല. പിന്നെ നമുക്ക് നാടിനെ തപ്പാൻ പോട്ടെ ഗൈസ്. നമ്മളെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുത്തുകൊണ്ട് ആടിനെ തപ്പാൻ പോകാം ഗൈസ്. അങ്ങനെ നമ്മളൊരു കരിയിലെത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് വില്ലേജ് തപ്പാൻ പോകണം ഗൈസ്. വില്ലേജ് അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് ലോഗും കൂടി മുറിച്ചിട്ട് പോകട്ടെ ഗൈസ്. ലോഗിന് ക്ഷാമം വേണ്ടല്ലോ. ഇപ്പോൾ ഗൈസ്, നമ്മൾ 10 ഓക്ക് ലോഗ് മുറിച്ചുകൊണ്ടു. പിന്നെ ഗൈസ്, നല്ല ലക്കാട്ടോ ഗൈസ്. നമുക്ക് നല്ല ലക്ക. തുടക്കം തന്നെ നമുക്ക് സ്പ്രോസ് ബയം കിട്ടി. ഇനി വല്ല വീട് ഉണ്ടാക്കാൻ സ്പ്രോസ് ബയം നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൽ കൂടി നടന്നുകൊണ്ട് വല്ല ഇതുണ്ടോ
കറുത്ത ആട് നല്ലതാണ് ഗൈസ്. അങ്ങനൊരു കറുത്ത ആടിന് കിട്ടി 2 ഇനി ഒന്നും കൂടി വേണം ഗൈസ്, ഒന്നും കൂടി ഗൈസ്. അടുത്തൊരു കേവ്. അപ്പോൾ ഗൈസ് നമുക്ക് 2 ആടിനെ കിട്ടി. ഇനി ഒരാടും കൂടി വേണം. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രി ആകുമ്പോഴത്തേനും ഒരാടും കൂടി കിട്ടണല്ലോ. അങ്ങനെ ഗൈസ് നമുക്ക് 3ാമത്തെ ആടിനെയും കൂടി കഴിയണു. ഇനി നമുക്കിതിൻ്റെ കളറ് മാറ്റണം, അതാണ് ഗൈസ് ഏറ്റവും കുഴപ്പം. പിന്നെ നമുക്ക് പൂ കണ്ടെടുത്തണം ഗൈസ്. പൂ അല്ലെങ്കിലൊക്കെ എല്ലായിടത്തും പൂ ഉണ്ടാകലുണ്ട് ഗൈസ്. നമ്മൾ 2 കറുപ്പും ഒരു വെള്ളയും കിട്ടിയേക്കാണ് നമുക്ക്. ഇപ്പോൾ പൂ തന്നെ കാണണില്ല ഗൈസ്, പൂ തന്നെ ഒന്നും കാണുന്നില്ല. ഇതേറ്റ് കളർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, ഇല്ല. അപ്പോൾ ഗൈസ് നമുക്കൊരു 3 പൂവ് കിട്ടാതെ നമുക്കിനി ഗൈസ് കിട്ടി. നമ്മൾ കരുതണതൊക്കെ അപ്പം തന്നെ കിട്ടുന്നുണ്ട്. 1 2 3. ഇനി നമുക്ക് 3 കളറാക്കണം ഗൈസ് ഇത്. പിന്നെ നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പേസ്റ്റ് ചെയ്താണ്ട് അതിൽ 3 ചുവന്ന പൂളും ഉണ്ടാക്കിയാണ്ട് അങ്ങനെ നമുക്കിതാ ബെഡ് റെഡി ആക്കണം കേട്ടോ ഗൈസ്. ബെഡ് കത്തിച്ച് കഴിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതോടെ വെച്ചിട്ട് നമുക്ക് ഈ മട്ടൻ നമുക്ക് അതിൽ കത്തിക്കട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ ഫുഡുകളൊക്കെ കത്തിച്ചുകൊണ്ട് റെഡിയാക്കിയാണ്. ഇനി നമുക്ക് ഗൈസ് നമുക്കൊരു വില്ലേജും കണ്ടാൽ തന്നെ നമുക്കൊരു ഷെൽട്ടറും കണ്ടെത്തണം ഗൈസ്. അപ്പോൾ അതിനായിക്കൊണ്ട് നമുക്കിനി തെരച്ചിൽ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം ഗൈസ്. ഇനി നമുക്ക് ഹങ്കർ കുറയുന്നതിനനുസരിച്ച് കൂട്ടാനുള്ള എന്താ പറയുക ഫുഡ് കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും പോരാ ഗൈസ്, നമുക്ക് ഇതിലും അടിപൊളി ഫുഡൊക്കെ വേണം ഗൈസ്. അങ്ങോട്ട് വെള്ളമാണ്. നമുക്ക് ഈ സ്പ്രൂസിൻ്റെ തുടക്കം തന്നെ കിട്ടിയോണ്ട് നമുക്ക് നല്ല ലാഭം ഗൈസ്. നമുക്ക് സ്പ്രൂസിന് ആവശ്യമുണ്ടെങ്കിൽ എളുപ്പം അങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു വില്ലേജ് കണ്ടെത്തണം. അതിന് എവിടെ പോയി കിടക്കണമാവും. അപ്പോൾ ഗൈസ് എൻ്റെ വേൾഡിൻ്റെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിതാ ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കുക. ഈ എന്താ പറയുക സീഡ് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഈ വേൾഡായിരിക്കും സ്പോൺ ആവുന്നത്. ഞാൻ സ്പോൺ ആയതൊരു അവിടെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു റാൻഡം സീഡാട്ടോ ഗൈസ്. ഞാൻ അടിച്ചു കാണ്ടിട്ടിയതൊന്നുമല്ല, വെറുതെ എന്താ പറയുക വെറുതെ സ്റ്റാർട്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സീഡാണിത്. ഇതിൽ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടറിയാം ഗൈസ്. 2 പശു. ഒരു ഇതിനോണി നിൽക്കണ പശുവേ. അപ്പോൾ ഗൈസ് നേരം ഇരുട്ടായി വരുന്നുണ്ട് എന്നൊരു സംശയം ഗൈസ്. അങ്ങനെ സൂര്യൻ കുറേ അടിപ്പോയി. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തുറക്കും. അങ്ങനെ നമ്മൾ ഉറങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് വില്ലേജ് ഇരുന്ന് കണ്ടെത്തും വേണം. നമുക്കൊരു ക്രോ ഫാം തുടങ്ങും വേണം. ആർമർ സെറ്റാക്കും വേണം. നമ്മളതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ സെർച്ചിങ്ങിലാണ്. ഇപ്പോൾ വില്ലേജ് എവിടെ പോയി കിടക്കേക്കാരം ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു എന്തെങ്കിലുമൊരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്കങ്ങനെ വില്ലേജ് കിട്ടിയിട്ടോ ഗൈസ്. നമ്മളാണ് കുറേ നേരത്തെ പരിശ്രമത്തിനിടയിൽ ഒരു വില്ലേജും കിട്ടി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക്
ഒരു ജംഗിളും കിട്ടി ഗൈസ്. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് നല്ലോണം കൂട്ടിയിട്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ആ വില്ലേജിലെത്തിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മളെ കുറേ നേരത്തെ തെരച്ചിലിനിടയിൽ നമുക്കിതാ നമ്മളെ വില്ലേജ് കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വില്ലേജിൽ നമുക്ക് അടുക്കി പറക്കി പരിശോധിച്ചിട്ട് നമുക്ക് നമ്മളെ ഷെൽട്ടർ, ചെറിയൊരു ഷെൽട്ടർ ഞാൻ കരുതിക്കണേ നമ്മളെ വില്ലേജ് എടുക്കണേ. പക്ഷേ ഗൈസ് അതൊരു ഉദ്ദേശമൊക്കെ നമുക്ക് ഡേറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തിനുള്ളൊരു ഇതെങ്കിലും നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. അയ്യോ എങ്ങനെയെങ്കിലും തലങ്ങൾ വെച്ച് ഇങ്ങനെ കളിച്ചെന്നെ അറിയില്ല. പോടുന്നു ഗൈസ്. നമുക്ക് ഈ വില്ലേജിൽ നിന്ന് വല്ല ലൂട്ടും കിട്ടുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാമെന്നാണ് ഗൈസ് കരുതണേ. പിന്നെ ഗൈസ് നമുക്ക് ഈ വില്ലേജേഴ്സിനെ കൊണ്ട് നല്ല ഉപകാരമുണ്ട് ഗൈസ്. നമുക്കൊരു വില്ലേജ് ബ്രീഡറും ആ പിരാന്തന് ഒക്കെ എടുക്കണമല്ലോ. എന്നുകൊണ്ടൊക്കെ നട്ട് തന്നു. അതാണ് അങ്ങോട്ടുള്ളൊരു ഗുണം. അവിടെ ഞാൻ അങ്ങനെ പറിച്ച. അപ്പോൾ ഗൈസ് നമുക്ക് ക്യാരറ്റ് വെച്ച് കുറേ കിട്ടണം. എന്തിനാ വെച്ചാൽ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ ക്യാരറ്റല്ലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അവിടെ ബീട്രൂട്ട് ഉണ്ട്, നമുക്ക് ക്യാരറ്റ് ഫാം ചെയ്യണുണ്ട് ഗൈസ്. ഇതിന് മുകളിലുണ്ടാകും ഗൈസ് ഒരു ലൂട്ട്. അപ്പോൾ അതിൽ ഗൈസ് നമുക്ക് 3 ആപ്പിൾ കിട്ടുന്നുണ്ട്, ഒരു ഇതും കിട്ടുന്നുണ്ട്. നമുക്ക് ആ ചെസ്റ്റും കൂടി എടുക്കട്ടോ ഗൈസ്. ചെസ്റ്റൊക്കെ ഇവിടെ എത്തിയാൽ വെറുതെ വെക്കണേ. ബട്ടടന്നോട്ടെ ഗൈസ്. ഈ കുന്തം വേണ്ട, ഈ കുന്താണോട്ടെ. നീങ്ങനെ ഇപ്പോൾ ഗൈസ് ഇനി നമുക്ക് വേറെ ഇത് ഇതാണ് അവനെ നല്ല കുട്ടി. നമുക്ക് അടുത്തത് വേറെ വില്ലേജുകളിലൊക്കെ നമ്മൾ അയങ്കോളം കുട്ടനുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റിംഗ് ടേബിളും ബാരലും ഉണ്ടാവും. വേണ്ട എല്ലാം ഉണ്ട് ഗൈസിലൂട്ട്. 10 ആപ്പിൾ കിട്ടി, 9 പൊട്ടാറ്റോ, ബ്രെഡ് കിട്ടി ഗൈസ്. ബുക്ക് കിട്ടിയ തുളസി അല്ല സോറി, ഒരു തൂവൽ. അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് നമുക്ക് 2 ലൂട്ട് കിട്ടി ഗൈസ്. ഇവിടെ ഉണ്ട് 28 പൊട്ടാറ്റോ ആയിട്ട് ഗൈസ്. വന്നോട്ടെ. ഇവിടെ ഒരു വില്ലേജ് ബേബി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് അയണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ് 2 ഒരു ലെഗിൻസ്, 4 അയണ്, ഒരു ഈ സാധനം നിൽക്കട്ടെ. ഇതും ഇടുക. പിന്നെ നമുക്ക് ആകെ കുറച്ച് സാധനങ്ങൾ. ഇവ ഗൈസ് നമുക്ക് ഫുൾ അയൺ ആർമർ ആവട്ടെ ഗൈസ്. നിറച്ച് സോമ്പിൻ്റെ വെച്ച് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ ആദ്യം തന്നെ 4 എമറാൾഡ് കിട്ടി, ഇതും കിട്ടി. ഇനി ബന്ധത്തേക്ക് വെക്കുക. ഇതിലേക്ക് നമുക്ക് എമറാൾഡ് കയറ്റി വെക്കട്ടോ ഗൈസ്. വണ്ടിയിലിടന്നോട്ടെ. വേറെ ഈ സാധനം നല്ലതാട്ടോ ഗൈസ്. നമുക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ സ്ലാബാണ് വേണ്ടിയത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടണം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നമ്മളെ ചെറിയൊരു നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കും അവിടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ഇനി ഒരു ഫർണസും ഒരു എന്താ പറയുക ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ചെസ്റ്റും വെച്ചാണ് നമുക്കൊരു ചെറിയ ഇതുണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ സോട്ട് ചെയ്യാം ഗൈസ്.
അല്ല നമുക്ക് എന്തിനെ ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ഇത് തന്നെ പോരാ. നമുക്ക് തുടക്കത്തിൽ അല്ലെങ്കിൽ വേണ്ടല്ലേ ചെറിയൊരു എന്തെങ്കിലും നമുക്ക് ഡേട്ട് വെച്ചാണ്ട് വെക്കാം. അതിന് ഡേട്ടൊക്കെ പറിച്ചിട്ട് വരട്ടെ ഗൈസ്. നമുക്ക് നമ്മളെ വീടുണ്ടാക്കാം. ഒന്നിവിടെ 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 ഒന്നിവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതും ഒക്കെ ഒതുക്കി വെക്കട്ടോ ഗൈസ്. നമ്മൾ ബെഡ് പറിച്ച് നമ്മൾ ഇതവിടെ വെച്ചു. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ വെക്കാം. ഇത് ഫുള്ളായി ഗൈസ്. 6 നമുക്ക് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളോടെ ഒരു ഹെൽമെറ്റ് റെഡി, ഒരു ബൂട്ടും റെഡി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഒരു ഹെൽമെറ്റും ഒരു ബൂട്ടും ഇട്ടിട്ടുണ്ട്. ഫുൾ അയൺ ആർമർ ആയിക്കുന്നു. ഇനി നമുക്ക് ഫുള്ള് ടൂൾസ് ആക്കാനത് ഉണ്ടാവും തോന്നണില്ല ഗൈസ്. ഒരു ഇതുണ്ടാക്കാനുണ്ട്. എന്ത് ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു വാളും. നമുക്ക് വാളുണ്ട്. നമുക്ക് ഒരു പിക്കാക്സ് ഒരു ആക്സും ഉണ്ടാക്കുക ഗൈസ്. അതാണ് ഇപ്പം നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് കുക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ ഗൈസ് നമുക്ക് ക്യാരറ്റ് കൊടുക്കണം, നമ്മളെ ഇത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ഷീൽഡും ഉണ്ടാക്കുക ഗൈസ്. അങ്ങനെ അയ്യോ ഇനി നമുക്കൊരു ഇത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗൈസ് നമുക്കിപ്പം നമുക്ക് എന്താ പറയുക നമ്മളെ ആക്സ് മാത്രം ഉണ്ടാക്കട്ടോ ഗൈസ്. മറ്റേനുള്ളതില്ല. ആക്സ് അല്ല, സോറി, പിക്കാക്സ് ഗൈസ്. ആകെ എന്തൊക്കെ ആയിക്കോളും. ഇനി ഇത് വെച്ചുകൊണ്ടൊന്നും ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അത് നടന്നോട്ടെ. പിന്നെ നമുക്കൊരു ഡോർ ഉണ്ടാക്കണം ഗൈസ്. ഡോറൊന്നുണ്ടാക്കി. ഇനി അത് നമ്മൾ ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഹോ ഉണ്ടാക്കാൻ പറ്റുമോ? ഹോ 2 വേണം. അപ്പോൾ നമുക്ക് 2 ഇതെടുക്കാം. ഒരു ഹോയും ഉണ്ടാക്കി. ഇനി ബക്കറ്റ് ഉണ്ടാക്കണ്ടേ? അതിനില്ലല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് ഒരായിട്ടുണ്ട്. വള്ളത്തിൻ്റെ അടുത്ത് വെക്കട്ടോ ഗൈസ്. നമ്മളെ കൃഷി. ഇനി നമ്മളടുത്ത് വുഡില്ലല്ലോ. വുഡല്ല, വടി. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം. രാത്രിയില് നമ്മളെ വീട് പുറത്ത് കാണട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ വീട്. ലോങ്ങിന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ടോ? നല്ല രസം ഗൈസ്. ഒരു സിമിട്രിക്ക് കിട്ടണം ഗൈസ്. സുതി പറയണ മാതിരി നമുക്കൊരു വീടിനൊക്കെ ഒരു സിമിട്രിക്ക് കിട്ടണം. നമ്മളെ വീടിൻ്റെ കുടിയിരിക്കൽ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തുറക്കാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഈ ഫസ്റ്റത്തെ വീഡിയോ തന്നെ നമ്മൾ 3 ഇതായി ഗൈസ്. 3 ദിവസം ഡേയ്സ് കഴിഞ്ഞു. നമുക്ക് എന്തുണ്ടാക്കണം? ടോർച്ച് ഗൈസ്, ടോർച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ടോർച്ച് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാനൊരു മോഡ് ഇട്ടിട്ടുണ്ട് ഡൈനാമിക് ലൈറ്റിൻ്റെ. അതുകൊണ്ടാണ് കയ്യിൽ വെച്ചപ്പോൾ തന്നെ ലൈറ്റ് പുറത്തേക്ക് കണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മളെ ഇതിൽ തന്നെ വെച്ചിട്ട് ഇതിന് പോകും ഗൈസ്.
എന്താ പറയുക ഹോ വെച്ചാണ്ട് പണി ക്രോപ്പ് നടാം. ക്രോപ്പ് എന്നല്ല നമ്മൾക്കില്ല ഇത് നടാം, ക്യാരറ്റ്. ഇപ്പോൾ ഗൈസ് നമ്മളെ അയൺ ആർമർ ആവാൻ പറ്റുമെന്നില്ല, ചെറിയ ചെറിയ കേവ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വരട്ടോ ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളൊരു കേവ് പോയപ്പോൾ എനിക്ക് കുറച്ച് അയൺ കിട്ടിയത് വെച്ചാൽ നമുക്ക് ടൂൾസ് ഉണ്ടാക്കട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഷവല്, പിന്നെ നമുക്ക് കൊടുക്കാം സോറി, പിന്നെ നമുക്കൊരു കത്തി, ഇനി നമുക്കൊരു ആക്സ്, ഇനി നമുക്കെന്താ ഒരു ഹോ. ഇപ്പോൾ ഗായ്സ് നമുക്ക് എല്ലാതും അയക്കണു. ഇപ്പോൾ ഗായ്സ് നമ്മളിതാ ഫുൾ അയൺ ആർമർ അയക്കണു ഗായ്സ്. ഇപ്പോൾ ഫുൾ ടൂൾസ് വിത്ത് ആർമർ അയൺ അയക്കണു ഗായ്സ്. പിന്നെ നമ്മളെ ബേസ് ഇതാണ് ഗായ്സ്, നമ്മളെ സ്റ്റാർട്ടർ ബേസ്. നമുക്ക് നാളെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ വന്ന് നമുക്കൊരു വില്ലേജ് കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തി ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം. നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കി, ഒരു ഫുൾ അയൺ ആർമർ ഉണ്ടാക്കണം പറഞ്ഞിട്ട് അത് നമ്മൾ ഉണ്ടാക്കി. പിന്നെ നമ്മളൊരു ക്രോപ്പ് ഫാം ഉണ്ടാക്കണം പറഞ്ഞതാ, അത് നമ്മളവിടെ ക്യാരറ്റ് ക്രോപ്പ് ഫാം ഉണ്ടാക്കി. അത്രയെണ്ണമുള്ളൊരു കാഴ്ച നമ്മൾ ഇന്നത്തെ വില്ലേജ് നമ്മളെ ഗോൾസ്. പിന്നെ മൈനിങ് ഏരിയക്ക് പറഞ്ഞിട്ട് കാഴ്ച, പക്ഷേ മൈനിങ് ഏരിയ മറ്റേ നമുക്ക് എക്സ്പ്ലോറിങ് അയക്കണു കാഴ്ച നമ്മളിതിപ്പോൾ. അതുകൊണ്ട് പിന്നെ വലിയ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ മൈനിങ് ഏരിയ കളഞ്ഞു. ഇപ്പോൾ നമ്മളെ വേൾഡ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തൊരു വൈബ് ഉണ്ട്, കാരണം നമ്മൾ വില്ലേജ് തപ്പാൻ നല്ലോണം പോയിക്കണു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ നാളെ വരെ ഗൈസ് നമുക്ക് നാളത്തെ പുതിയൊരു ബേസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ ഞാനിതാ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരി. താങ്ക്സ് ഫോർ വാച്ചിങ്.